സർവീസ് ടെക് 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആർമി വെൽഫെയർ പ്ലേസ്മെൻറ്റ് ഓർഗനൈസേഷൻ AWPയുടെ ബേസിക് രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ്. സാധാരണ സർവീസ്മാൻ റിട്ടയർഡായി ഐഡൻറ്റിറ്റി കാർഡൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ജോബ് പരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം 8 മാസം മുമ്പേ തന്നെ നമ്മുടെ ഡിസ്ചാർജ്മെൻറ്റ് ഓർഡറിൻ്റെ കോപ്പി കൈപ്പറ്റിയതിന് ശേഷം നമുക്ക് ആർമി വെൽഫെയർ പ്ലേസ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ കയറി ബേസിക് രജിസ്ട്രേഷനൊക്കെ നടത്തി അതിൻ്റെ പേയ്മെൻറ്റും ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ഗൂഗിളിൽ AWP ഒന്ന് ടൈപ്പ് ചെയ്തു. ടോപ്പിൽ തന്നെ www.xarmynaukri.com എന്ന് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിക്രൂട്ടർ ലുക്കിംഗ് ഫോർ മാൻ പവർ. അതിൻ്റെ തൊട്ട് താഴെ രജിസ്റ്റർ ആവുന്നുണ്ട്. അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ജോബ് സീക്കർ ലുക്കിംഗ് ഫോർ ജോബ്സ് ആൻഡ് സെക്കൻഡ് കരിയർ. ഇവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്തു. രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. 4 സ്റ്റെപ്പായിട്ടാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓഫീസേഴ്സ്, JCO, OR, വിഡോസ്, വിഡോ വാർഡ്, അവരുടെ ഡിപ്പെൻഡൻറ്റ് തുടങ്ങിയ എല്ലാവർക്കും AWPയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാർക്കുള്ള ഒരു ഫീൽഡ് മണ്ടേറ്ററി ഫീൽഡാണ്. അതിനോടൊപ്പം തന്നെ ഒരു 1 റിസീം അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓഫീസേഴ്സ് റാങ്കിലുള്ളവർക്കാണെങ്കിൽ അത് മണ്ടേറ്ററി ആണ്. JCO, OR റാങ്കിലുള്ളവർക്ക് അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ അവരുടെ ഒരു ബയോഡാറ്റ CV ഫോർമാറ്റ് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫ്, പോസ്റ്റ് കാർഡ് സൈസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. അതിൻ്റെ സൈസ് 3.5 × 5 ഇഞ്ചസ് ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ 72 dpi ആണ്. അതുകൂടാതെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഫീസേഴ്സ്, ക്ലിക്ക് ഹിയർ ഫോർ ഓഫീസേഴ്സ് ഫോം. അവിടെ JCO റാങ്കിലുള്ളവർക്ക് ഏത് ഫോമിലാണോ ക്ലിക്ക് ചെയ്യേണ്ടത്, OR റാങ്ക്, അവരുടെ വിഡോ ഓഫീസേഴ്സ്, വിഡോ JCO, വിഡോ OR, അതുപോലെ അവരുടെ ഡിപ്പെൻഡൻറ്റ് ഓഫീസർ, ഡിപ്പെൻഡൻറ്റ് JCO, ഡിപ്പെൻഡൻറ്റ് OR. ഇവിടെ അവർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ഫോം ഓപ്പൺ ആകുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ജോബിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് OR റാങ്കിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ORൻ്റെ ആപ്ലിക്കേഷൻ ഫോമിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ OR ഉള്ളതെന്ന് എഴുതിയെടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം തന്നെ ഇവിടെ ORൻ്റെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിറയ്ക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. നമുക്കത് കയറി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഇതിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ്. ആർമി നമ്പർ, റാങ്ക്, നെയിം, അവരുടെ സർവീസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. ആ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് ബാക്കിൽ വരാം. അവിടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പേയ്മെൻറ്റ് പ്രൊസീജിയറാണ്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സ് റാങ്കിലുള്ളവർക്ക് 750 രൂപയാണ്. JCOs റാങ്കിലുള്ളവർക്ക് 500 രൂപയും OR റാങ്കിലുള്ളവർക്ക് 300 രൂപയുമാണ്. ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫീസ് നമുക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സിൻ്റെ ഡിപ്പെൻഡോ, വിഡോ, മറ്റ് തുടങ്ങിയവർക്ക് ഈ ഒരു ഫീസ് കൂടാതെ അഡീഷണലായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ നമുക്ക് ആദ്യം നമ്മൾ ഒരു ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെമ്പററി നമ്പർ കിട്ടും. ആ നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷം ആർമി നമ്പർ ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. അത് വെരിഫൈ ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച് പ്രീവിയസ് വിൻഡോയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്രിയേറ്റ് യൂസർ ID സെറ്റ് ചെയ്യുകയാണ്. ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് യൂസർ ID ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ ഫോമാണ് വരുന്നത്. ആ ഫോമിനകത്ത് എൻ്റർ AWPO നമ്പർ, ആ ടെമ്പററി നമ്പർ നമുക്ക് കിട്ടിയത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൂടാതെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഒരു റിമൈൻഡർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഏതാണോ ചോയ്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം
നമ്മുടെ ബേസിക് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം രജിസ്ട്രേഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം AWPO 2 ദിവസം നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ നമുക്കൊരു കൺഫേം മെസ്സേജ് മെയിൽ ID വഴിയോ SMS വഴിയോ നമുക്ക് തരുന്നതായിരിക്കും. നമുക്ക് മെസ്സേജോ SMS കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് AWPO ആയി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് അറ്റാച്ച് ഡോക്യുമെൻ്റ് എല്ലാമായിട്ട് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് സർവീസ് ചെയ്യുന്ന യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്കത് AWPOയുടെ അഡ്രസ്സിലോട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി AWPO അവരുടെ ജോബ് പരമായിട്ടുള്ള വേക്കൻസിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും ബഹുരാഷ്ട്ര കമ്പനികളുടേതായാലും ജോബ് വേക്കൻസിയും അതിൻ്റെ സാലറിയും ഒക്കെ തന്നെ അവരുടെ മന്ത്ലി ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട്. JCO ഓഫീസേഴ്സ് ORൻ്റെ സെപ്പറേറ്റ് ഏതൊക്കെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എന്നുള്ള എല്ലാം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുകയും അത് വഴി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ കാണുന്നവർക്ക് ഒരുപക്ഷേ ഇത് ഉപകാരപ്രദമല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ റിലേഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള സർവീസ്മാനോ അല്ലെങ്കിൽ എക്സ് സർവീസ്മാനോ ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് ഒരുപക്ഷേ ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. ഞാനിടുന്ന ജോബ് പരമായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ പരമായിട്ടുള്ള വീഡിയോ ഒക്കെ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു.